Recording in progress. ഇതൊരു തുടക്കം മാത്രമാണ്. വലിയൊരു ലക്ഷ്യമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വ്യക്തികളെ നമുക്കൊന്ന് അനലൈസ് ചെയ്തോളൂ. നമ്മൾ ഓരോ ആൾക്കാരെ അവരിലേക്കൊന്ന് ക്യാമറ തിരിച്ചാൽ വളരെ ശാന്തമായിരുന്ന് ആലോചിച്ചാൽ ഒരു ചോദ്യമുണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാനൊരു വിജയമാണോ എന്ന് ചിന്തിക്കാം. ചിലരെ എന്തെങ്കിലും എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കടന്ന് ഒന്ന് സ്വസ്ഥമായിരുന്നാൽ എന്തുണ്ടാവും? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും. ഈ പ്രോഗ്രാമിൽ വരുന്നവരുടെ വിവിധ ആൾക്കാർക്ക് ലിങ്ക് ചെയ്ത് കയറുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഇതിലൊരു 80% ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരു 90% ആൾക്കാർ എന്തെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ഉള്ളവരായിരിക്കും. അത് ചിലവർക്ക് ഫൈനാൻഷ്യൽ ആയിരിക്കും, ചിലർക്ക് ഫാമിലി ആയിരിക്കും, ചിലവർക്ക് സൊസൈറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും, പലതും ഉണ്ടാവും. പലതും ചിലവർക്ക് യാതൊരു പ്രശ്നമില്ല, ഒരു ഈസി ആയിട്ടുള്ള ഒരു ദിവസം വൈകുന്നേരം ഒരു ക്ലാസ്സിൽ കയറാം എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ആ മൂന്നാമത്തെ ഘട്ടത്തിലെ ആൾക്കാരെ അല്ല. അവർക്ക് ഇതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല. ഒരു വെറുതെ ഒരു സിനിമ കാണുന്ന പോലെ ഇത് കാണാം. പക്ഷെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ കടന്നു പോകുന്ന ആരെങ്കിലും ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പുസ്തകത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഇനി പറയാൻ പോകുന്ന പുസ്തകങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കുറിച്ചെടുക്കുകയും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും വേണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന എന്ന് പറയുന്നത്. പുതിയ ആൾക്കാർക്ക് വേണ്ടി എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് രമേശ് എന്നാണ്. ഞാൻ കുറുമാത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ്. ഒപ്പം 10-30 വർഷമായിട്ട് അധ്യാപന മേഖലയിലും ഇത്തരത്തിലുള്ള ക്ലാസ് എടുക്കുന്നതിലും താല്പര്യമുള്ള ഒരാളാണ്. ഇപ്പൊ ന്യൂറോ സയൻസിലാണ് ഒരു റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറെ ആൾക്കാർ രാവിലത്തെ പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ആദ്യമായി വന്നവരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. കാരണം ഇത് പലരും ഇതിന്റെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥന എന്താണെന്ന് വെച്ചാല് ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇനി എല്ലാ വ്യാഴാഴ്ച ഉണ്ടാവും. ലിങ്കിന് കാത്തുനിൽക്കൊന്നും വേണ്ട, ലിങ്ക് എന്തായാലും വരും. ഇനി അപൂർവ അവസരങ്ങളിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും നെക്സ്റ്റ് ഡേ, അതായത് ഞാൻ ഒരിക്കലും ഒരാഴ്ചയെ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടാവില്ല. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു പ്രാവശ്യം അങ്ങനെ സംഭവിക്കേണ്ടി വന്നു. ഇവിടെ ഒരു 2 days വർക്ക്ഷോപ്പ് നടന്ന സ്ഥലത്ത് വൈഫൈ പ്രോബ്ലം ഒന്നും കറണ്ട് ഇല്ലാത്ത പ്രശ്നം. അല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വളരെ ആകാംക്ഷാപൂർവ്വം ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടനവധി പേർ രാജ്യത്തിന്റെയും ലോകത്തുനിന്ന് ഇന്ത്യക്ക് പുറത്തുള്ള പ്രേക്ഷകരുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും പെട്ട ഒരാൾക്ക് ഇന്ന് പുറത്തു കിടക്കാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും ജ്യോത്സ്യന്മാരുടെ അടുത്ത് പോകുന്നു. കുറെ ആൾക്കാർ അവരുടെ വിശ്വാസം വെച്ചിട്ടുള്ള അമ്പലങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ പള്ളികളിൽ പ്രാർത്ഥന ചെയ്യുന്നു. ഇതൊന്നും തെറ്റല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. പക്ഷെ എത്ര പേർ ആ പ്രശ്നത്തിനെ കുറിച്ചുള്ള ചർച്ച നടത്തുകയും അതിൽ നിന്ന് പരിഹരിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ച് ആരായുകയും ചെയ്ത് അവയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്ത് പുറത്തു കടക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. കാരണം എല്ലാവരും ദൈവത്തിലും മറ്റു പല നിങ്ങളുണ്ടാക്കിയ പ്രശ്നം മുഴുവൻ ദൈവത്തിലും മറ്റുള്ളവരും ഒക്കെയാണ് പരിഹരിക്കേണ്ടതെന്ന് പറയുന്ന ഒരു സ്വാഭാവിക ബുദ്ധിയുള്ളവരാണ്. ഞാനും അങ്ങനെ ചെയ്ത ഒരാളായിരുന്നു. വലിയ പ്രതിസന്ധികൾ വന്ന സമയത്ത് ഞാനും ചെയ്തത് കണ്ടാലറിയാവുന്ന, ഞാനും ജ്യോത്സ്യം പഠിച്ചിട്ടുണ്ട്. എന്നാൽ കുറെ ആൾക്കാരെടുക്കെ പോകും. രസകരമായ കാര്യം, പല ജ്യോത്സ്യന്മാരും എൻ്റെ അടുത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയും. അത് കഴിഞ്ഞ് പിന്നെ അമ്പലങ്ങളിൽ പോകും, പള്ളികളിൽ പോകും. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എനിക്കൊരു നിർണായക ഘട്ടത്തിൽ മനസ്സിലായത് ഇതിനപ്പുറത്തേക്ക് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിലാണ് ഞാൻ പുസ്തക വായനയിലേക്ക് വന്നത്. അതിൽ എന്നെ ഏറെ പ്രചോദിപ്പിച്ച പുസ്തകമായ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. തൊട്ട് മുമ്പ് ഞങ്ങൾ ചെയ്ത മാജിക് ഓഫ് തിങ്കിങ് ബിഗ്, ഈ 2 പുസ്തകങ്ങളും നമ്മൾ റിവ്യൂ ചെയ്തു. ഒന്നാമത്തെ പുസ്തകം കഴിഞ്ഞ് രണ്ടാമത്തേത്. ഈ 2 പുസ്തകങ്ങൾ എന്നെ ഒരുപാട് മാറ്റി. ഒരുപാട് പുസ്തകങ്ങൾ പിന്നീട് ഞാൻ വായിച്ചു. ഈ അടുത്ത കാലത്ത് ഇതിൽ നിന്നൊക്കെ പുറത്ത് കടന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണമായിട്ടല്ലെങ്കിലും അങ്ങനെ കടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിത് മനസ്സിലായി, ഇത് പൊതുജനങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ എത്ര പേർ വരുന്നു എന്നത് എന്റെ വിഷയമേ അല്ല. വരുന്നവർ എങ്ങനെ മാറ്റം ഉണ്ടാകുന്നതാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം എഴുതിയ നെപ്പോളിയൻ ഹിൽ,
അത് ആമുഖമായി ഞാൻ പറയുന്ന കേട്ടോ, 500 ആൾക്കാരെ ജീവിതത്തിൽ വിജയിച്ച, അത് സാമ്പത്തികം മാത്രമല്ല, അല്ലാത്ത മേഖലയിലും ശാസ്ത്ര രംഗത്തായാലും സാമൂഹ്യ രംഗത്തായാലും ഭരണരംഗത്തായാലും ഒരുപാട്, ഇപ്പൊ തിയോഡർ റൂസ്വെൽറ്റിനൊക്കെ അവർ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 500 പേരെ 25 വർഷം പഠിച്ച് അവരുടെ വിജയത്തിന്റെ ഫോർമുല കണ്ടെത്തി ഒരു പുസ്തകം എഴുതിയതാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായും അവരുടെ ജീവിതത്തിലേക്ക് വിജയം ഉണ്ടാവുമെന്നതിൽ സംശയമില്ല. രണ്ടാമത്, 62 വർഷത്തോളം 26-ാമത്തെ വയസ്സിൽ ജീവിത പ്രതിസന്ധിയിൽ ഒരു ഹോട്ടൽ ബോയ് ആയ ഒരു മനുഷ്യൻ ഒരു ഇതേപോലുള്ള ക്ലാസ്സിൽ ഒരാൾ പറഞ്ഞു കൊടുത്ത് പരിചയപ്പെടുത്തിയ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകം തന്റെ മരണം വരെ തന്റെ കയ്യിൽ 84-ാമത്തെ വയസ്സിലാണ് തോന്നുന്നു ബോബ് പ്രോക്ടർ മരിച്ചത്. അദ്ദേഹം അത്രയും ദിവസവും എല്ലാ ദിവസവും നിശ്ചിത സമയം ഒരേ പുസ്തകം വായിച്ചു, 62 വർഷം. അങ്ങനെയാണ് അദ്ദേഹത്തിന് തന്റെ പ്രതിസന്ധികളിൽ നിന്ന് ജീവിതത്തിലെ വൻ വിജയങ്ങൾ ഉണ്ടാവുകയും 200 രാജ്യങ്ങളിൽ തന്റെ ട്രെയിനിങ് ഓർഗനൈസേഷൻ പ്രോക്ടർ ആൻഡ് ഗാലിബർ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കി കോടാനുകൂടി ആൾക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ട് സംതൃപ്തനായി ലോകം വിട്ടുപോയ ബോബ് പ്രോക്ടർ വായിച്ച പുസ്തകമാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതുകൊണ്ട് ഈ പുസ്തകത്തെ കുറിച്ച് മാത്രം പറയുന്ന ഒരു പ്രഭാഷണ പരമ്പരയല്ലേ, തത്തുല്യമായ ആശയങ്ങളുള്ള എന്റെ വായനയിൽ വന്ന കാര്യങ്ങൾ കൂടി നിങ്ങളോട് സംവദിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഓൺലൈൻ മാധ്യമമായിരിക്കുന്ന ഈ ഒരു ഡിജിറ്റൽ സ്ക്രീനിൽ, ഡിജിറ്റൽ സ്റ്റുഡിയോയിൽ വെച്ച് പറയുമ്പോൾ ജീവിതത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് പഠിക്കാൻ സാധിക്കുന്നു എന്നതിന് ഇത്തരത്തിലൊരു മാധ്യമത്തിലൂടെ പറയാൻ പറഞ്ഞ സൂം ഒക്കെയുള്ള പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച ആൾക്കാർക്കൊക്കെ, അല്ലെങ്കിൽ ടെക്നോളജിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മളിത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അതിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചത് ഓട്ടോ സജഷൻ എന്ന് പറയുന്ന ഒരു അധ്യായമാണ്. അതിന് മുമ്പുള്ളൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിസയർ വേണം. വെറുതെ ഉള്ള ഡിസയർ പോരാ, ബേർണിംഗ് ഡിസയർ വേണം. ഉള്ളിലുള്ള ആ ഉൾത്തി എന്ന് പറയുന്നത് വളരണം. എന്നിട്ട് ഫെയ്ത്ത് അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് പോകണം. ഇങ്ങനെ ഒരു ഓരോ സ്റ്റെപ്പ് വഴിയുള്ള ഇതൊരു പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ആണ് കേട്ടോ. ഇതിൽ ഓരോ അധ്യായവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ, പ്രാവർത്തികമാക്കി കൊണ്ടിരിക്കുന്ന, പ്രാവർത്തികമാക്കിയ എന്ന് പറഞ്ഞാൽ അഹങ്കാരമായി, അങ്ങനെ ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ അനുഭവം കൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അതിൽ അവസാനമായി നമ്മൾ പറയുന്നത് ഓട്ടോ സജഷനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഉള്ളിലെ വാക്കുകൾ, നമ്മൾ നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് നമ്മോട് തന്നെ സജഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അട്രാക്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു തത്വത്തിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് അവസാനിപ്പിച്ചത്. അതിൽ ഒരു വിവിധമായ സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു. ശാന്തമായിരിക്കണം, റിലാക്സ് ചെയ്തിരിക്കണം, എന്നിട്ട് എന്താണോ നിങ്ങൾക്ക് യൂണിവേഴ്സോട് ആവശ്യപ്പെടേണ്ടത് അത് പറയുക. എനിക്ക് 1.5 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ ഒരു വീട് കെട്ടണം, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിക്കണം, എനിക്കൊരു മകനോ മകളോ ഉണ്ടാവണം, അല്ലെങ്കിൽ എനിക്ക് സമൂഹത്തിന് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ. ഇനി ഒരു മോഷ്ടാവാണെങ്കിൽ അവൻ എന്തായിരിക്കും യൂണിവേഴ്സോട് പറഞ്ഞ്, എനിക്ക് നന്നായി ആരും പിടിക്കാതെ മോഷണം നടക്കണം. അതും ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ 2 വർഷം കണ്ണൂർ സെൻട്രൽ ജയിലിലെ കള്ളന്മാരുടെയും കൊലപാതകളെയൊക്കെ മാഷായിരുന്നു. അപ്പൊ അതിന് എന്നോടൊരു ശിഷ്യനായ കള്ളൻ പറഞ്ഞത്, അവൻ രാവിലെ പ്രാർത്ഥിക്കുന്നത് എന്റെ ഇന്നത്തെ മോഷണത്തിന് ഒരാൾ പോലീസുകാരൻ വരരുതെന്നായി. ശരിയായിരിക്കും. അവരതുപോലെ തഥാസ്തു. യൂണിവേഴ്സിന് അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങളോട് സ്നേഹമോ അങ്ങനൊന്നുമില്ല, ജെൻഡറൊന്നുമില്ല. ഇതൊരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും, എനിക്ക് ആ കേസ് അന്വേഷിച്ച കേസ് പിടിക്കാൻ പറ്റും. അതും പ്രകൃതി അനുവദിക്കും. ആരാണോ സ്ട്രോങ് ആയിട്ട് പറയുന്നത് ദേ വിൽ ഗെറ്റ് ഇറ്റ്. ഇത്രയുള്ളൂ. ഒരു അമ്മയുടെ മുന്നിൽ 2 മക്കളുണ്ട്. 2 മക്കൾ അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ്. അതിൽ ഒരുത്തൻ കരഞ്ഞുകൊണ്ട് കാര്യം നേടുമെങ്കിൽ അമ്മ ആദ്യം അവനെ ശ്രദ്ധിക്കും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കരയാൻ പറ്റുമോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. അപ്പൊ ഓട്ടോ സജഷനിൽ നമ്മൾ എന്താ പറഞ്ഞു വെച്ചത്, നമ്മുടെ സെൽഫ് ടോക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലൂടെ നമ്മൾ പറയുന്ന കാര്യത്തിന് പ്രസക്തിയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ എന്താണ് സജഷൻ ചെയ്യുന്നത്. ഒരാൾ പറയണ എന്റെ കടം തീരണേ, അയാൾ ജന്മകാലത്ത് കടം തീരില്ല എന്ന് മാത്രമല്ല, കടം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാ? യൂണിവേഴ്സിറ്റി പോകുന്ന മെസ്സേജ് കടം എന്നാണ്. അതാണ് ഓട്ടോ സജഷന്റെ വ്യത്യാസം. പകരം അയാള് പറയേണ്ട ഇത്രയേ ഉള്ളൂ,
യൂണിവേഴ്സ്, പ്രപഞ്ചമേ, അല്ലെങ്കിൽ ശക്തി, ദൈവമേ, എന്താ വിളിച്ചോ, എനിക്ക് ആവശ്യമായ തുക നിങ്ങൾ പറയണേ കൃത്യമായിട്ട്. പ്രപഞ്ചത്തോട് പറഞ്ഞില്ല കറക്റ്റായിട്ട് പൈസ തരില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. എനിക്ക് കുറെ പണം ഉണ്ടാകണേ പറഞ്ഞ് കിട്ടില്ല. ഇപ്പൊ 10 ലക്ഷം രൂപ ആവശ്യമുണ്ടെങ്കിൽ ഒരു 50 ലക്ഷം ചോദിക്കുക, ഏതായാലും എക്സ്ട്രാ കിട്ടിയ നഷ്ടമൊന്നുമല്ലോ. 50 ലക്ഷം രൂപ കിട്ടണേ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂണിവേഴ്സിറ്റി 50 ലക്ഷം തരും, 51 തരികയും ചെയ്യില്ല, അങ്ങനെ കുഴപ്പമുണ്ട്. എന്താണ് ഇത്തരത്തിലുള്ള ഈ ഗ്രൂപ്പിന് പോലും പ്രത്യേകത തിങ്ക് ആൻഡ് കുറച്ച് ഇതൊരു ഞാൻ അടുത്ത ചാപ്റ്ററിൽ അത് പറയാം. മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഓട്ടോ സജഷനിലാണ് സുഹൃത്തുക്കളെ നിർത്തിയത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞു, നിങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും വേവലാതിയും മാവലാതിയും പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ തഥാസ്തു നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആക്ഷൻ തുടങ്ങി അത് സ്പീഡായിരിക്കണം. ആക്ഷൻ ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഡു നോട്ട് വെയിറ്റ്. അതൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു വെച്ചത് സ്പെഷ്യലൈസ്ഡ് നോളജിലായിരുന്നു. സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോളജ് എന്ന് പറയുന്നത് തന്നെ അറിവാണ്. അടുത്തത് വലിയ ചാപ്റ്റർ ആണോ സ്പെഷ്യലൈസ്ഡ് നോളജ്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, പലതും പറഞ്ഞത് ഒന്നുകൂടെ പറയും, കാരണം നമ്മുടെ മനസ്സിലേക്ക് കയറണ്ടേ. അപ്പൊ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ തന്നെ നെപ്പോളിയൻ ഹിൽ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ നോളജ് എന്ന് പറയുന്നത് നമുക്കറിയാം, അറിവാണ് ശക്തി എന്ന് പണ്ടാരോ നമ്മളെ പഠിപ്പിച്ചു. അറിവാണ് ശക്തി എന്ന് പഠിപ്പിച്ചത് തെറ്റൊന്നുമല്ല, പക്ഷെ ആവശ്യമുള്ള അറിവാണ് ശക്തി എന്ന് അതിൽ തിരുത്താം. എന്താണ് ആവശ്യമുള്ള അറിവാണ് ശക്തി? പറഞ്ഞു മനസ്സിലായോ? ഒന്നുകൂടെ ഞാൻ പറയാം. നിങ്ങളുടെ ലക്ഷ്യത്തിന് ആവശ്യമുള്ള അറിവാണ് നിങ്ങളുടെ ശക്തി, അല്ലാതെ അറിവല്ല ശക്തി. നിങ്ങളൊരു രാഷ്ട്രീയ നേതാവ്, ഇന്നിപ്പോ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നേതാവ് ആവുകയാണെങ്കിൽ ലോകത്തിന്റെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിങ്ങളുടെ അറിവാണ്. അത് രമേശ മാഷിക്ക് ആവശ്യമില്ല, അയാൾ രാഷ്ട്രീയക്കാരനല്ല. ഞാനിപ്പോ റിസർച്ച് ചെയ്യുന്ന ന്യൂറോ സയൻസ് സംബന്ധമായ അറിവാണ് എന്റെ ശക്തി, അല്ലാതെ ഞാൻ സംഗീതത്തിന്റെ ആളല്ല. ഞാൻ കുറച്ചാൽ സംഗീതം പഠിക്കാൻ പോയി, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അന്ന് ഇങ്ങനെ പോകാതെ പഠിച്ചു. പിന്നെ സംഗീതത്തിന് മാഷ് പറഞ്ഞു, നീ ഇനി വരാൻ പാടില്ല, അപ്പൊ നിർത്തി. കാരണം സംഗീതത്തിന്റെ ഒരു ചിലപ്പോ എന്തായിരിക്കും അങ്ങനെ, എന്റെ പണി അതല്ലാതെ അദ്ദേഹത്തിന് മനസ്സിലായിട്ട് പറഞ്ഞു, രമേശേ നീ വരരുത്. അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ പണിയല്ലാതെ. ഈ അടുത്ത കാലത്ത് ഞാൻ പിന്നെ മാഷോട് ചോദിച്ചു, സാർ നിങ്ങളൊരു ഗായകനില്ല? പറഞ്ഞാലേ ഞാൻ മലയാള സംഗീതത്തിനെ രക്ഷപ്പെടുത്തിയതാണ് എന്നൊരു അഭിമാനിക്കുന്ന എന്ന് പറഞ്ഞാൽ ഞാനും പലതും പഠിക്കാൻ പറ്റിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ ആലോചിക്കേണ്ട ചോദ്യം, പ്രേക്ഷകരോട് എന്റെ ചോദ്യം, നിങ്ങളുടെ അറിവ് ഏത് മേഖലയിലെ? ചിലവർ സാർ ഞാൻ എല്ലാം പഠിക്കുന്നു, മണ്ടന്മാരാണ് അവര്. നിങ്ങളോട് ആരെല്ലാം പഠിക്കാൻ പറഞ്ഞത്? നിങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിനെ നോളജ് വേണം, ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുക. നിങ്ങൾ ഷേക്സ്പിയറും മിൽട്ടണും ഒക്കെ പഠിച്ചു. നിങ്ങൾ മലയാള സാഹിത്യമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ മലയാള സാഹിത്യം പഠിക്കുക, ഇംഗ്ലീഷ് സാഹിത്യം കൂടെ പഠിച്ചോളൂ, നല്ലതാണ്. ഞാൻ 2 സാഹിത്യത്തിനും പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി 2 സാഹിത്യം നല്ലതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള അറിവിനെയാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ കേട്ടാൽ എളുപ്പമല്ല. നിങ്ങൾ ബിസിനസ്സിലാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട നോളജ് മാത്രമേ എടുക്കാവൂ. അതിന് ഉപോത്പരമായി ചെറിയ ചെറിയ അറിവുകളൊക്കെ വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ എനിക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ പാട്ടിനെ കുറിച്ച് ഡീപ്പ് കഴിഞ്ഞ് പഠിക്കാൻ പോകുന്നത് മണ്ടത്തരായിരിക്കും. കാരണം നമുക്ക് അധിക കാലമൊന്നുമില്ല ഈ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് നോക്കാം നമുക്ക്. പേഴ്സണൽ എക്സ്പീരിയൻസസ് ഓർ ഒബ്സർവേഷൻസ് ആണ് ഈ 4ാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണ്. റിച്ച് എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമല്ല, അതിലേക്ക് എത്താനുള്ള ആവശ്യം എന്നാൽ ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ്. പലരും പറയുമ്പോൾ എനിക്ക് പണം ഉണ്ടാക്കണമെങ്കിൽ നോളജ് വിൽ നോട്ട് അട്രാക്ട് മണി എന്നാണ് നെപ്പോളിയൻ. നോളജ് നിങ്ങൾക്ക് ഒരിക്കലും പണം തരില്ല. എപ്പോഴാണത്? അത് നിങ്ങൾ പ്രാക്ടിക്കൽ പ്ലാൻ ഓഫ് ആക്ഷൻ ആക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പണം വരൂ. അപ്പൊ ഇതേ പറഞ്ഞൊരു സെന്റൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹൗ ടു ഓർഗനൈസ് ആൻഡ് യൂസ് നോളജ് ആഫ്റ്റർ ദേ അക്വയർ ഇറ്റ്.
നിങ്ങൾക്ക് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായ നോളജ് എടുക്കുക. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ എന്തിനാ വരുന്നത്? നിങ്ങളുടെ വ്യക്തിത്വ വികാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ പേഴ്സണൽ ഗ്രോത്തിന് ആവശ്യമുള്ള സ്പെഷ്യലൈസ്ഡ് നോളജിനാണ് നിങ്ങൾ ഈ സീരീസ് വരുന്നത്. ഇതിലൊരിക്കലും നോവലുകളെ കുറിച്ച് പറയില്ല. അടുത്ത പൈപ്പ് ലൈനിലുള്ള പുസ്തകം ഇക്കിഗായി ആണ്. ഞാൻ വേറെ ജയ് കാർഡമന്റെ പുസ്തകമാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അതിനേക്കാൾ മുമ്പ് എനിക്ക് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തോന്നുന്ന ആരോഗ്യരംഗത്തൊക്കെ വലിയ മാറ്റം വരേണ്ടതുകൊണ്ട് ഇക്കിഗായി ആയിരിക്കും ഒരു 2-3 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ ഈ പുസ്തകത്തിൽ വരിക. എന്തിന് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആമസോണിൽ ആ പുസ്തകം എടുത്ത് വായിക്കാം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് ആണെങ്കിൽ അത് വായിച്ച് ഇത് പുസ്തകം ഇത് എളുപ്പത്തിൽ ട്യൂഷൻ ക്ലാസ് അല്ല ഇത്. അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. എന്നാ പിന്നെ മാഷെല്ലാം പറയും ഞാൻ കേട്ടിരിക്കും. അങ്ങനെ ആണെങ്കിൽ യു ആർ റീഡ് ഐദർ ഇൻ മലയാളം ഓർ ഇംഗ്ലീഷ്, ബോത്ത് ആർ അവൈലബിൾ ഇൻ ഇന്റർനെറ്റ്, ആമസോണിൽ കിട്ടും. അപ്പോ ഈ ഓർഗനൈസ് ചെയ്തിട്ട് നമ്മളെ അറിവിനെ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള അറിവിനെ നേടാം. എന്തിന്? നമുക്ക് എന്താണോ ലക്ഷ്യം. അതേപോലെ ഹെൻറി ഫോർഡിന്റെ നമുക്കറിയാലോ, ഏറ്റവും കൂടുതൽ ആൾക്കാർ മോട്ടിവേഷനിൽ പറയുന്ന ഒരാളാണ് ഹെൻറി ഫോർഡ്. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ അദ്ദേഹമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നായിട്ട് ആ കാലഘട്ടത്തിൽ. അറിയാലോ, കാറും കാര്യങ്ങളൊക്കെ ഫോർഡിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അദ്ദേഹം പറയുന്നത് many people make the mistake of assuming that Henry Ford had but little schooling. അദ്ദേഹത്തിന് അധികം സ്കൂളൊന്നും പോയിട്ടില്ല. He is not a man of education. അയാൾ വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. ഈ എഡ്യൂക്കേഷൻ എന്ന വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ലാറ്റിൻ വേർഡാണ്. നമുക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാവുന്ന എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാറ്റിൻ വേർഡ്. അത് ഉണ്ടാക്കിയത് എഡ്യൂക്കോ എന്ന വാക്കിനാണ്. എഡ്യൂക്കേറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അതിന്റെ ലാറ്റിൻ വേർഡ് ഉണ്ടായത് എഡ്യൂക്കോ, EDUCO, എഡ്യൂക്കോ എന്നാണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡ്രോ ഔട്ട്. ഡ്രോ ഔട്ട് ഓർ ടു ഡെവലപ്പ് ഫ്രം വിത്തിൻ. നമ്മുടെ ഉള്ളിൽ നിന്നുള്ള എന്താണ് ആ മുഴുവനുള്ള കഴിവിനെ, അതായത് നിങ്ങൾക്ക് ഉള്ളിലുണ്ട് എന്നാണ് ആദ്യത്തെ മനസ്സിലാക്കേണ്ടത്. ഈ അറിവൊക്കെ നിങ്ങളിലുണ്ട്. ഈ അറിവിന്റെ ആവശ്യമായവയെ പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് എഡ്യൂക്കേഷൻ. മനസ്സിലാക്കിയിട്ടുണ്ടോ? അതായത് നമ്മുടെ ഉള്ളിൽ പലരും പറയാണ് ഞാൻ വിദ്യാഭ്യാസം നേടുന്നു. വിദ്യാഭ്യാസം നേടുന്ന പുറത്തുനിന്നല്ല, നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുക. ദാറ്റ്സ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഈ പ്രേക്ഷകരിൽ ഇരിക്കുന്നതിൽ പല മേഖലയിലുള്ള ആൾക്കാരുണ്ടാവും. റിസർച്ചേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിട്ടയർഡ് ആൾക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ട്. ബിസിനസ്സുകാരുണ്ടാവും, ഏറ്റവും കൂടുതൽ ബിസിനസ്സുകാരാണ്. ഇവർക്കൊക്കെ എനിക്ക് പറയാനുള്ളത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ബിസിനസ് എഡ്യൂക്കേഷനാണ്. അത് നിങ്ങൾ ഇൻസൈഡ് ഉണ്ട്. അതിനെ നമ്മളൊന്ന് തേച്ചു മിനിക്ക് പുറത്തെടുക്കുന്ന വിദ്യാഭ്യാസമാണ് നമ്മൾ. മനസ്സിലായിട്ടോ? അപ്പോ before you can be sure of your ability to transmute a desire into its monetary equivalent, you will require special knowledge of the service. നിങ്ങൾക്കൊരു പണമാണെങ്കിൽ ലക്ഷ്യമെങ്കിൽ അതിനെ സാമ്പത്തിക വശത്തേക്ക് അതിന് മാറ്റുന്ന വിധത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം. എന്നിട്ടോ ആ സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ളവരുടെ ഒരു കൂട്ടത്തിൽ നിങ്ങൾ ഉണ്ടാവണം. അതിന് മറ്റു പേരാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. അത് വിശദമായിട്ടൊരു ചാപ്റ്ററിൽ പിന്നീട് പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് എന്താ വേണ്ടത്? ഞാൻ വളരെ ലളിതമായി പറഞ്ഞു തരുന്നത് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നിങ്ങൾക്ക് ഇപ്പോ സാമ്പത്തികമാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ അതിനൊരു ബിസിനസ് ആണ് ചെയ്യുന്നത്. മേ ബി ഡയറക്ട് സെല്ലിംഗ് ആവാം, അല്ലാത്തതാവാം, ട്രഡീഷണൽ ബിസിനസ് ആവാം, അല്ലെങ്കിൽ മേ ബി കോച്ചിങ് ഇൻഡസ്ട്രി ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഇൻഡസ്ട്രിയിലേക്ക് വേണ്ടുന്ന തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് നോളജ് ആണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. തിരിച്ചറിയാം. ബാക്കിയൊക്കെ ഡിസ്കാർഡ് ചെയ്യും, ഒഴിവാക്കാം. എന്നിട്ട് അത് പഠിക്കുന്നവരോ പഠിപ്പിക്കുന്നവരോ ആയവരുടെ ഒരു സ്പെഷ്യലൈസ്ഡ് ഗ്രൂപ്പിലേക്ക് വരണം. ഇത് അങ്ങനത്തെ ഒരു ഗ്രൂപ്പാ. ആ ഗ്രൂപ്പിന് മൊത്തമായി പറയുന്നത് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് എന്നാണ്. എല്ലാ വ്യാഴാഴ്ചയും ചില സാങ്കേതികമായി ഞാൻ പറഞ്ഞു, എപ്പോഴും ഡിസ്ക്ലൈമർ പറയുള്ളൂ. നിങ്ങൾ ഇവിടെ വന്നിരുന്നാൽ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തുന്ന കാര്യം മാത്രമേ ഇവിടെ പറയൂ. സോ യു ആർ ഇൻ ദ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ്. അത് ചിലപ്പോൾ 100 ആളായിരിക്കാം, 200 ആളായിരിക്കാം, എനിക്കറിയില്ല. ഓരോ മാച്ചിനും അനുസരിച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. 86 പേരാണുള്ളത്. ഓക്കെ, ഗുഡ്. 2 ആൾ മതി. നമുക്കിവിടെ എണ്ണത്തിനൊന്നും വലിയ കഥയൊന്നും.
അപ്പൊ ആ ചിലപ്പോൾ 100 ആളുണ്ടാവും. ഇതൊന്ന് ഈ ഗ്രൂപ്പ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പായിരിക്കും. സോ വളരെ ഈസിയാണ്. അപ്പോ ഈ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് വേണം നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോളജിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ. ഇവിടെ പറയുന്നത് ഒരു സെന്റൻസ് എല്ലാം ഞാൻ വായിക്കുന്നില്ല, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയും. തോമസ് ആൽവ എഡിസൺ, കാരണം ഇദ്ദേഹം ഈ നെപ്പോളിയൻ ഹില്ലിൽ പഠിച്ച 500 ആൾ ഒരാൾ എഡിസൺ ആണ്. ഹാഡ് ഓൺലി 3 months ഓഫ് സ്കൂളിംഗ്. 3 മാസം സ്കൂളിൽ പോയി ഡ്യൂറിംഗ് ദ എൻറ്റയർ ലൈഫ്. പക്ഷെ അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാന്ന് പറയാൻ പറ്റും. അയാൾ വളരെ ദരിദ്രനായി ജനിച്ചു, പക്ഷെ സമ്പന്നനായിട്ട് മരിച്ചു. ഒരു 6ാം ക്ലാസ് വരെ അന്ന് ഹെൻറി ഫോർഡ് പഠിച്ചു. ഇവർ രണ്ടാളും ഫ്രണ്ട്സ് ആണോ, അത് വേറെ കാര്യം. അപ്പൊ ഈ പറഞ്ഞ സ്പെഷ്യലൈസ്ഡ് നോളജ് ഈസ് among the most plentiful and the cheapest forms of service which may be had. If you doubt this, consult the payroll if any university. അതങ്ങനെ പറയാണ്. അതായത് പഠിച്ച ആൾക്കാരല്ല, സ്പെഷ്യലൈസ്ഡ് നോളജ് ഉള്ളവരാണ് വിജയിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്തറിയണം, ഇവിടെ പറയുന്ന വാക്ക് ഇറ്റ് പേസ് ടു നോ ഹൗ ടു പർച്ചേസ് നോളജ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ, നമ്മൾ സാധനം മേടിക്കുന്ന പോലെയാണ് പർച്ചേസ് സാധനം വാങ്ങല്ലേ. നിങ്ങൾ അരി വാങ്ങുന്നു, പുസ്തകം വാങ്ങുന്നു, എല്ലാം പറഞ്ഞ പോലെ ആ പർച്ചേസ് ചെയ്യാണ് ചെയ്യുന്നത് നിങ്ങൾ നോളജ്. ഞാൻ പലരോടും ചോദിക്കല്ലേ, ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്താ നിങ്ങൾ ചെയ്യുന്നു സംസാരിക്കുമ്പോൾ വലിയ ഐഡിയ ഒന്നുമില്ല, ഞാൻ പലതും ചെയ്യുന്നു. ഞാൻ അടുത്ത ചോദ്യം നിർത്തും, കാരണം അവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. അല്ല എന്നോട് സാർ ഞാൻ ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലാണ്, പക്ഷെ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം പറയും ഓക്കെ നമുക്ക് സംസാരിക്കാം, ഞാൻ എന്നെ പരിചയപ്പെടുത്തും, they can come and join with us. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഞാൻ വളരെ ഗൗരവമായിട്ട് കാര്യം പറയാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹെൽപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ വ്യാഴാഴ്ചയുള്ള ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് നിങ്ങൾക്ക് പരമാവധി ആൾക്കാർ അയച്ചു കൊടുക്കും. ആർക്കും അറിയും, എല്ലാവർക്കും കൊടുക്കരുത്. ഇങ്ങനെ എന്തെങ്കിലും ആവണമെന്ന് ആഗ്രഹിച്ച് അനഞ്ഞു നടക്കുന്ന കുറെ ആൾക്കാർ വളരെ സ്നേഹത്തോടെ പറയട്ടെ, അവരെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരും, അവരെ ഈ പുസ്തകം പഠിപ്പിക്കും. പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രം. ഐ ഡോണ്ട് ടെൽ ദാറ്റ് യു ഹാവ് നോട്ട് എ പബ്ലിസിറ്റി ഐ ആം ടോക്കിംഗ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വിജയം കുറച്ച് നേരത്തെ ആക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ സമൂഹത്തിന് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഒരാളുടെ കഥ പറയാം. ഇത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ കഥയല്ല പറയുന്നത്. ഞാൻ താമസിക്കുന്ന പയ്യന്നൂർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പേ ഒക്കെ വർക്ക് ചെയ്തത് മാത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായിരുന്നു. അവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. കഥയല്ല, ജീവിതം. ഒരു സാധാരണ എന്ന് പറഞ്ഞാൽ വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിൽ ഒരാൾ ജനിക്കുന്നു, ഒരു കുട്ടി ജനിക്കുന്നു. അമ്മയ്ക്ക് അസുഖമാണ്, അതുകൊണ്ട് അമ്മ ക്ഷയരോഗമാണ്. എപ്പോഴെങ്കിലും ജോലിക്ക് എങ്ങനെയൊക്കെയോ ഈ മക്കളെ പോറ്റുന്നു. അങ്ങനെ ഇവൻ ശനി ഞായറൊക്കെ പലതരത്തിൽ അടക്ക പറിക്കാൻ പോവുക, അല്ലെങ്കിൽ നാടൻ ജോലി ചെയ്യുക. അങ്ങനെ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ വിദ്യാർത്ഥിയായി വരുന്നു. ഏറ്റവും മോശം മാർക്കാണ്, കാരണം പഠിക്കാൻ സമയമില്ല, പഠിക്കണമെന്ന് തോന്നിയിട്ടുമില്ല. അങ്ങനെ ഇദ്ദേഹം 10ാം ക്ലാസ് കഴിഞ്ഞു. ആരോ പറഞ്ഞു മാർക്കൊക്കെ കുറച്ച് മാർക്കിലോട്ട് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത് എല്ലാ വീടുകളിലും അടക്ക പറിക്കലാണ് ഇവന്റെ പണി. ആ സമയത്ത് അടക്കൊക്കെ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ പറഞ്ഞു നീ ഇങ്ങനെ പോയാൽ പോരാ, നീ ഒന്ന് പഠിക്കണം. എന്ത് പഠിക്കണം എന്ന് പറയാൻ ഐഡിയ ഇല്ല. അങ്ങനെ ആരൊക്കെയോ പിരിവൊക്കെ എടുത്ത് ഈ കക്ഷിയെ ഒരു കോളേജിൽ ചേർത്തു. അവിടെ നിന്ന് അവൻ പഠനം തുടങ്ങുന്നു. ഇന്ന് അറിയപ്പെടുന്ന ഒരു ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞനാണ്. സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ, എൻ്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ വളരെ വൈകാതെ ഇന്ത്യക്ക് ഒരു നോബൽ സമ്മാനം കിട്ടാവുന്ന വിധത്തിലുള്ള അത്രയും വലിയ ഗവേഷണം ചെയ്യുന്ന പയ്യന്നൂരിന്റെ അടുത്തുള്ള എരമം എന്ന സ്ഥലത്തുള്ള ഒരു പഴയ വിദ്യാർത്ഥിയുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. കാരണം അതിൽ സ്പെഷ്യലൈസേഷൻ, അദ്ദേഹം തന്നെ അമ്മയുടെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള ബയോളജി ഒക്കെ പഠിക്കണം. അങ്ങനെ അദ്ദേഹം ആ മേഖലയിലാണ് അദ്ദേഹത്തിന്റെ റിസർച്ച് മുഴുവൻ, വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഞാൻ കൂടുതൽ ആ വിഷയത്തെ കുറിച്ച് പഠിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട്, ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി. അപ്പൊ അന്നേരമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടെ ഈ പുസ്തകമായിട്ട് എനിക്ക് ബന്ധമാണ്, സ്പെഷ്യലൈസ്ഡ് നോളജ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ ഒരു സ്കൂൾ ഗോൾഡൻ ജൂബിലി സമയത്ത് ഞാൻ ചോദിച്ചു, സാർ അങ്ങ് വിദേശ രാജ്യങ്ങൾ ഒരുപാട് പോയി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, അവിടുത്തെ ഒരു അനുഭവം ഒന്ന് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും? അദ്ദേഹം പറഞ്ഞു, ഞാൻ ലണ്ടനിൽ ഒരു
സ്കൂളിൽ പോയി. അത് കിൻഡർ ഗാർഡൻ, ചെറിയ സ്കൂൾ, 1ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സ്കൂളാണ്. പ്രീ KG-യോ KG-യോ എന്തൊക്കെയാണ് അവിടെ പേര് എനിക്കറിയില്ല. ആ സ്കൂളിൽ പോയത് എന്തിനാണെന്നറിയോന്ന് ചോദിച്ചു. ഞാൻ ഇല്ല. അപ്പൊ പറഞ്ഞു ആ കുട്ടികൾ അവിടെ ശാസ്ത്രജ്ഞന്മാരെ വരുത്തും, അല്ലെങ്കിൽ ബിസിനസ്സുകാരെ വരുത്തും, എല്ലാവരും അവരെ ഇൻവൈറ്റ് ചെയ്യും ആ സ്കൂൾ. എന്നിട്ട് കുട്ടികൾക്ക് അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരുടെ വഴി കണ്ടെത്തും, ഞാൻ ഇന്നതാവണമെന്ന്. അന്ന് മുതൽ അവരുടെ സ്പെഷ്യലൈസേഷൻ നോളജ് ആരംഭിക്കും. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ അത്ര വന്നിട്ടില്ലല്ലോ. ഞാൻ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു +2 ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സ് വേണമെന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് അവർ എത്തിച്ചേരുന്നത്. എത്രയോ നഷ്ടമാണ്. കേരളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, നമ്മുടെ ഒരു IAS ഓഫീസർ ഡോക്ടർ ഹരീഷ് പയ്യന്നൂർക്കാരനാണ്. അദ്ദേഹം നേരിട്ട് പറയുന്നത് എനിക്ക് കേൾക്കേണ്ടി വന്നു. അദ്ദേഹം ഒരു വേദിയിൽ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് നിങ്ങൾക്കുമാകാം IAS. പുസ്തകം IAS താല്പര്യമുള്ള കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാം. അദ്ദേഹം പറഞ്ഞത്, വേദിയിൽ വെച്ച് പറഞ്ഞൊരു കാര്യം, ഞാൻ ഇവിടെ പയ്യന്നൂർ പഠിച്ചു, അതിനുശേഷം SLC കഴിഞ്ഞു, മോശമല്ലാണ്ട് പഠിക്കും, MTech കഴിഞ്ഞു, അമൃതയിലാകട്ടെ ലെക്ചറായി. ആ സമയത്താണ് അയാൾ IAS എങ്ങനെ നേടാമെന്നുള്ള ക്ലാസ് കേൾക്കാൻ പോയത്, 27ാമത്തെ വയസ്സിൽ. അങ്ങനെ അദ്ദേഹം പിന്നീട് 3ാമത്തെ അറ്റംപ്റ്റിലാണ്, സെക്കൻഡ് അറ്റംപ്റ്റിലാണ് അദ്ദേഹം IAS ഇന്ന് ഇവിടെ ഏത് വലിയൊരു പോസ്റ്റാണ് അദ്ദേഹം ഉള്ളത്, പത്തനംതിട്ട കളക്ടറൊക്കെയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ 27 വയസ്സ് വരെ ഇങ്ങനെ ഒന്നും ഉണ്ട്, എന്തുകൊണ്ട് എന്റെ അധ്യാപകർക്ക് പറഞ്ഞു തന്നില്ലെന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യ. സ്പെഷ്യലൈസ്ഡ് നോളജാണ് ഞാൻ പറയുന്നത്. നേരത്തെ മറിച്ച് അതുകൊണ്ട് തന്നെ ഞാൻ അത് കേട്ട ശേഷം എന്റെ സ്കൂളിലെ കുട്ടികൾക്കൊക്കെ നേരത്തെ തന്നെ അവർക്ക് IAS ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അവയർനെസ് കൊടുക്കാം. കോച്ചിങ് ഒന്നും കൊടുക്കാൻ എനിക്ക് പറ്റാറില്ല, നിങ്ങൾ ഇന്നൊക്കെ പോകണം എന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറ്. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. പലരും പറയും IAS താല്പര്യമുണ്ട്, പക്ഷെ അവർ ആ ലെവലിൽ എത്തുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ ഒരു സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം ഞാൻ പറയുന്നത്. ഇനി നമ്മൾക്കിപ്പോ ഇത്ര എത്തിപ്പോയി, ഇനിയും നമുക്ക് വഴിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട അധ്യായമായതുകൊണ്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ട അറിവാണോ ലഭിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് നോക്കി എന്റെ ലൈബ്രറി എടുത്ത് നോക്കിയാൽ മുഴുവൻ മോട്ടിവേഷണൽ പുസ്തകവും അല്ലെങ്കിൽ ഇങ്ങനത്തെ റിസർച്ച് പുസ്തകങ്ങൾ മാത്രമേ ഞാൻ വായിക്കാറ്. മുമ്പ് ഞാൻ എല്ലാ പുസ്തകവും വായിക്കുന്ന ആളായിരുന്നു. പക്ഷെ ഞാൻ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വന്നപ്പോ ഇപ്പൊ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ മെന്ററിങ് അങ്ങനെയുള്ള പുസ്തകങ്ങൾ എന്റെ ലൈബ്രറിയിൽ എന്റെ ചുറ്റുപാടുണ്ടാവും. നിങ്ങൾ അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയും, നിങ്ങളുടെ വഴി, നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ അറിയണം. ഇത് ഇത്രയും ആവർത്തിച്ച് പറയുന്നതിനെ വെച്ചാൽ അതിന്റെ പ്രാധാന്യം പറയും. അപ്പോ എഡിസണിനെ കുറിച്ച് അവിടെ പറഞ്ഞു, അത് വിദ്യാഭ്യാസത്തിനല്ല, പക്ഷെ അത് ശാസ്ത്രജ്ഞനാവാൻ പോയി. ഇനി എന്താണ് ഈ സ്പെഷ്യലൈസ്ഡ് നോളജിന്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം വൺസ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഇത് എവിടെയാണ് നമുക്ക് ഒന്ന് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ വിദ്യാഭ്യാസം. പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇൻഫർമേഷൻ. നിങ്ങളിപ്പോ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾ ആ ലെവലിൽ പഠിക്കും. അവിടെ നിങ്ങൾ പോയി ഗായകരെ പിരിക്കുന്നു, സംഗീതം പഠിക്കുന്നവർ അവരെ കൂടി ഇരിക്കാം. പിന്നെ സ്വാഭാവിക കോളേജ് യൂണിവേഴ്സിറ്റീസ് കിട്ടും, പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കിട്ടും. ഇനിയിപ്പോ ഇത്തരത്തിലുള്ള കോഴ്സുകൾ, സ്പെഷ്യൽ ട്രെയിനിങ് കോഴ്സസിനുള്ളിൽ ഇപ്പൊ എനിക്ക് ഏറ്റവും സന്തോഷം, നമ്മുടെ കേരള സർക്കാരിനൊക്കെ അഭിനന്ദിക്കേണ്ട കാര്യം, കുട്ടികളുടെ സ്കിൽ വളർത്തുന്ന വിധത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിൽ വന്നു. ഇപ്പൊ കൃഷിയാണെങ്കിൽ കൃഷി, ടെക്നോളജിയിലേക്ക് വരാം. അവർക്ക് പറ്റുന്ന ഒരുപാട് സ്പെഷ്യലൈസ്ഡ് നോളജുകളിലേക്ക് വിദ്യാഭ്യാസം മാറി കഴിഞ്ഞു. നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാൻ ഒരു അധ്യാപകനായതുകൊണ്ട് പറയുന്നു. ഞാൻ വളരെയധികം വിദ്യാഭ്യാസ വകുപ്പിന് ആത്മാർത്ഥമായി അഭിനയിക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു ഭാഗമാക്കാൻ പറ്റുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ കുട്ടികൾ കൃഷിയൊന്നും എടുക്കാൻ താല്പര്യമില്ല. അവർ പറഞ്ഞ ടെക്നോളജി പഠിക്കുന്നു. വലിയൊരു ദുരന്തം കൂടിയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ സർവേ ഒക്കെ എന്റെ സ്കൂളിലെ കുട്ടികളെ സർവേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കൃഷിയിലേക്ക് കാലത്ത് കുട്ടികൾ വരുന്നില്ല. കാരണം സ്പെഷ്യലൈസ്ഡ് നോളജിൽ നമ്മൾ എവിടെയോ കൃഷി അവഗണിച്ചു പോയി. അത് കുട്ടികളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ എന്റർപ്രണർഷിപ്പ് അഗ്രിപ്രണർഷിപ്സ് ആണ്, അല്ലെങ്കിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണ് ഏറ്റവും സാധ്യത. അപ്പൊ അതിലെ ട്രെയിനിങ് കോഴ്സുകളൊക്കെ. അപ്പോ നമ്മളിപ്പോ പറയുക, നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് നോളജുകളിലേക്ക് പോകണം. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ പറയുന്നത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങൾ വായിച്ചു മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്തെങ്കിലും ഡിസയർ, ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എങ്ങനെ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ഡിസയറും ഗോളിനനുസരിച്ചിട്ടുള്ള വിഷയത്തിലായിരിക്കണം സ്പെഷ്യലൈസ്ഡ് നോളജ് ഉണ്ടാക്കണം. അതാ പറഞ്ഞത് ഹൗ ടു പർച്ചേസ് നോളജ്. നിങ്ങൾക്ക് വേണ്ട നോളജ് ആയിരിക്കണം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പോ ഒരു ഷോപ്പിൽ പോയാൽ ആവശ്യമുള്ള സാധനമല്ലേ നിങ്ങൾ വാങ്ങിക്കുക. എന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള കാര്യം മാത്രം പർച്ചേസ് ചെയ്യണം എന്നാണ് ആ അധ്യായത്തിൽ പൊതുവെ പറയുന്നത്.
പറയുന്നുണ്ട്. അത് നമുക്ക് ഈ വേദിയിൽ അത് മുഴുവൻ വായിച്ച് പറയാൻ സമയമില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ഉദാഹരണ സഹിതമാണ് എപ്പോഴും നെപ്പോളിയൻ ഹിൽ ഈ തന്റെ ആശയങ്ങൾ ഷെയർ ചെയ്തത്. അപ്പോ ഒരു സെന്റൻസ് വളരെ ശ്രദ്ധിക്കണം. refusing to compromise with life by accepting and keeping a job he did not want. ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് പലരുടെ നമ്മുടെ വിഷമം, ഒരു പ്രശ്നം നമ്മൾ കോംപ്രമൈസ് എന്ന് പറയുന്ന ഒരു ലോകത്തേക്ക് പോവാം. ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഞാൻ അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. അതിങ്ങനെയുള്ളവരെ പോലെ കൂടരുത്. കോംപ്രമൈസിങ് വിത്ത് ലൈഫ്, ആക്സെപ്റ്റിംഗ് ആൻഡ് കീപ്പിംഗ് എ ജോബ് ഹി ഡിഡ് നോട്ട്. ഒരാൾക്ക് ആവശ്യമില്ല, ഇഷ്ടമില്ലാത്ത ജോലി അതന്നെ ചെയ്തോണ്ടിരിക്കും. അതായത് നിങ്ങൾക്ക് എപ്പോൾ ശ്രദ്ധിക്കണം, എപ്പോഴാണോ മടുപ്പ് തോന്നുന്നത് അന്നത് വിടണമെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. എന്നിട്ടോ വേറൊരു പ്രോസസ് ഉണ്ടാവണം നിങ്ങൾക്ക്. ഒരു സെന്റൻസ് പറയുന്നു, ബിക്കോസ് ഓഫ് കണ്ടീഷൻസ് വി ക്യാൻ കൺട്രോൾ ഇഫ് വി ഡിസയർ ടു കൺട്രോൾ ദം. നമ്മൾക്ക് നമ്മുടെ കണ്ടീഷൻസിനെ അല്ലെങ്കിൽ ആ സംഭവത്തെയൊക്കെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നാണ് നമ്മൾ. അല്ലാണ്ട് വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞു നിർത്തരുത്. ഇത് അതേ പറഞ്ഞൊരു വളരെ മഹത്തായ സെന്റൻസ് ഉണ്ട്. ഐ ബിലീവ് ദാറ്റ് ക്ലോസ് അസോസിയേഷൻ വിത്ത് വൺ who refuses to compromise with the circumstances he does not like is an asset that can never be measured in terms of money. നിങ്ങൾ ആരുടെ കൂടെയാണ് ജീവിക്കേണ്ടത്? അറിവും സ്പെഷ്യലൈസ്ഡ് നോളജും ആൾക്കാരും വലിയ ബന്ധമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യം, തനിക്ക് ആവശ്യമില്ലാത്തൊരു സാഹചര്യത്തിനോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളോട് നിങ്ങൾ നിൽക്കരുത്, കൂട്ടുകൂടരുത്. നിങ്ങൾ സക്സസ് ആവില്ല. പകരം ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടന്ന് അറിവ് നേടി വിജയിക്കുമെന്ന് ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കണം നിങ്ങൾ വിജയിക്കണമെങ്കിൽ. എന്നിട്ടാണ് അത് ഹെൻറി ഫോർഡിനെയും എഡിസനെയും ഒക്കെ ഉദാഹരണം പറയുന്നത്. നമ്മൾ പലരും ഇരുന്നിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനൊരു അങ്ങനെ ആവും, പക്ഷെ നമ്മൾ മാറ്റത്തിന് തയ്യാറല്ല. ഇപ്പൊ ഈ ക്ലാസ്സിൽ നിന്ന് കേട്ടിട്ട് 10 മണിക്ക് ഉറങ്ങുമ്പോഴും നല്ല എക്സൈറ്റ്മെന്റിൽ ഉറങ്ങും, രാവിലെ പിന്നെയും ശങ്കരൻ തെങ്ങേറാം. എങ്കിലും ഒരു പുസ്തകം നിങ്ങൾ മാറ്റും. ബോബ് പ്രോക്ടർ പറയുന്നു, ഞാൻ ഇതിലെ ഓരോ അധ്യായവും വായിക്കുകയല്ലേ ചെയ്യുന്നത്, ഞാനത് ഉൾക്കൊണ്ടുകൊണ്ട് എന്റെ ജീവിതത്തിലേക്ക് എന്ത് മാറ്റം വരും. ഇതിനെ ദിവസം വായിക്കുന്നത് ഇല്ല, മറന്നു. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് ബോബ് പ്രോക്ടർ എന്ന് അടിച്ചു നോക്കിയാൽ യൂട്യൂബ് കാണും. ചിലതിലേക്ക് മലയാള വ്യാഖ്യാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ഒരു ഇൻട്രോസ്പെക്ഷന് തയ്യാറാണ്. ഞാൻ ഇങ്ങനെ മതി. ഇത്തരത്തിലൊരു പ്രഭാഷണ പരമ്പരയ്ക്ക് ഞാൻ ഇറങ്ങാൻ കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിരുന്നു. ഞാൻ മാത്രം ഇത് വായിച്ചു മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കാര്യം? ഇന്ന് ലോകത്ത് അറിയിക്കാവുന്ന ഒരു മാധ്യമമുണ്ട്. അതിന് വലിയ സഹകരണം നമുക്ക് ഈ ടീമിൽ നിന്ന് ലഭിച്ചപ്പോ തീർച്ചയായിട്ടും അതിന് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ. ഇനി പിന്നോട്ടില്ല. ഓരോ ദിവസവും കിട്ടുന്ന അറിവുകൾ സമൂഹത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. That's my dream. Because it gives me a lot of happiness. അതാ പറഞ്ഞ കോംപ്രമൈസ് ഉള്ളവരുടെ കൂടെ കൂടെ 90% ആൾക്കാരും കോംപ്രമൈസിലാണെങ്കിൽ. അപ്പൊ സ്പെഷ്യലൈസ്ഡ് നോളജിന്റെ ചുരുക്കം മനസ്സിലായല്ലോ. നിങ്ങളുടെ സാധാരണ നോളജിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്ത് പഠിക്കണം ഇതെനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എനിക്ക് അറിയില്ലോ. If it is business, go to join business programs, business classes, online or offline, wherever. എന്നിട്ട് എവിടെയാണ് എന്റെ പരാജയം? ഗോ ടു മെന്റേഴ്സ്. പലരും എൻ്റെ അടുത്ത് മെന്ററിങ്ങിന് വരുന്നുണ്ട്. മെന്റേഴ്സിന്റെ അടുത്ത് പോവാ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മെന്റർ ആവുക. സ്വയം തിരിച്ചറിവിന് ശ്രമിക്കാത്തവർക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല. ഇത്തരം ക്ലാസ്സിൽ വന്നിരുന്നോണ്ട് ഒരു മെച്ചമില്ല. ബെറ്റർ ടു സ്ലീപ്പ്. ഞാനതാ പറയാ, ഇത് കടുപ്പമേറിയ തീരുമാനമെടുക്കുന്നവർക്കുള്ള വേദിയാണ്. അവിടെ ഈ കൂട്ടായ്മ നിങ്ങളെ സഹായിക്കും. കൂടെ പിടിക്കാൻ നമ്മളുണ്ടാവും. ചേർത്ത് പിടിക്കും. വിജയ പറഞ്ഞാൽ ചേർത്ത് പിടിക്കും.
കാരണം ഒറ്റയ്ക്ക് മാത്രം വളരെ അത്ര എളുപ്പം മനസ്സിലാക്കും. നിങ്ങൾ ശക്തമായി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൽ നിങ്ങൾ എത്തും. അത് യൂണിവേഴ്സ് ചെയ്തോളും. അത് പിന്നീടുള്ള ചാപ്റ്ററുകൾ പറയുന്നത്. ഇനി പറയുന്ന അടുത്ത ചാപ്റ്റർ എന്താ അറിയോ? ദ ബ്യൂട്ടിഫുൾ ചാപ്റ്റർ ഇമാജിനേഷൻ, ഭാവന. ഓട്ടോ സജഷൻ കഴിഞ്ഞു, സ്പെഷ്യലൈസ്ഡ് നോളജിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. നല്ല നിങ്ങൾ വായിക്കണം. കഴിയുമെങ്കിൽ ഒരു ദിവസം ഒരു പേജെങ്കിലും വായി. എല്ലാം ഒരു തവണ മുഴുവൻ വായിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അത് കുറിച്ചെടുക്കുക. അവസാനം ഈ പുസ്തകത്തിന് എല്ലാ അധ്യായം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് പ്രധാന പോയിന്റ്സിലൂടെ കടന്നു പോകും. പലതവണ വായിക്കുക. ഞാൻ പറഞ്ഞു 62 വർഷം വായിച്ചാൽ. ഇമാജിനേഷൻ എന്താണ്? ഇമാജിനേഷൻ നമ്മൾക്ക് ചെറിയ വാക്കിൽ പറയാം ഭാവന. ഈ ഭാവന എവിടെ ഉണ്ടാവും? തലച്ചോറിൽ. ഏറ്റവും കൂടെ ഭാവനയുള്ളവരായിരിക്കും, ഇമാജിനേഷനായിരുന്നു കുട്ടികൾ. ചെറിയ മക്കളുടെ ഭയങ്കര ഇമാജിനേഷൻ, വലിയ ഇമാജിനേഷനാണ്. നമ്മളതിന്റെ സ്വപ്നങ്ങൾ എന്നൊക്കെ പറയും. ഭാവനയും സ്വപ്നമൊക്കെ വ്യത്യാസമുണ്ട്, എന്നാൽ പോലും ഭാവന പറയല്ലേ. ഇവര് ഇമാജിനേഷൻ വേൾഡ്, ഭാവനയുടെ ലോകത്താണ്, ഇവനെ കൊണ്ട് ഒരു കാര്യമില്ലാന്ന്. തെറ്റാണ്. ഭാവനയുടെ ലോകത്തുള്ളവർ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ. ഈ ലോകത്തിലെ മുഴുവൻ കണ്ടുപിടുത്തങ്ങളും ഭാവനയുടെ ലോകത്തുണ്ടായതാണ്. അല്ലാതെ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ അല്ലെ ലാപ്ടോപ്പ് അല്ലെ മൊബൈൽ ഫോൺ ആരോ ഒരാളുടെ ഭാവനയല്ലേ? എനിക്കൊന്ന് 60 വയസ്സിനൊക്കെ മേലെ ആൾക്കാർ പ്രേക്ഷകരായിട്ടുണ്ട്. 50 വയസ്സിലെ മേലെ എന്തായാലും ഉണ്ട് കുറച്ച് ആൾക്കാർ. ഞാൻ തന്നെ 55ന്റെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ടെലിഫോൺ എന്നൊരു സാധനേ ഇല്ല. റേഡിയോ കണ്ടിട്ടുണ്ടാവും. എന്റെ അച്ഛനൊക്കെ ടെലിവിഷൻ എന്നത് കാണാതെ ലോകം വിട്ടുപോയി. അതൊക്കെ ഓരോ കാലഘട്ടത്തിന്റെ ഭാവന. അന്ന് കയ്യിൽ പിടിച്ചുകൊണ്ട് ലോകം മുഴുവൻ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ സംവദിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ ആരെങ്കിലും സങ്കല്പിച്ചിരുന്നു? ഏതോ ഒരു ഭാവനാശാലിയുടെ സൃഷ്ടിയാണ്. അപ്പൊ ഇമാജിനേഷൻ അത്ര ചെറിയ കാര്യമൊന്നുമല്ല. വളരെ വിശദമായി പഠിക്കേണ്ട 5ാമത്തെ സ്റ്റെപ്പാണിത്. എന്താ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ? ദ വർക്ക്ഷോപ്പ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ ഭാവനയുടെ ഒരു വർക്ക്ഷോപ്പാണ് ഇമാജിനേഷൻ. ഇനി പറയുന്നൊരു സെന്റൻസ് മാത്രം കേട്ടോ. മാൻസ് ഓൺലി ലിമിറ്റേഷൻ. മാൻ എന്ന് പറഞ്ഞാൽ ആൺപെണ്ണൊന്നുമില്ല, മനുഷ്യൻ നിർത്താം. മാൻസ് ഓൺലി ലിമിറ്റേഷൻ, മനുഷ്യന്റെ ഒരേ ഒരു പരിമിതി എന്നത് എന്താണെന്ന് അറിയാമോ? ലൈസ് ഇൻ ഹിസ് ഡെവലപ്മെന്റ് ആൻഡ് യൂസ് ഓഫ് ഹിസ് ഇമാജിനേഷൻ. അതായത് ഒരു മനുഷ്യന്റെ പരിമിതി എന്ന് പറയുന്നത് അവന്റെ ഭാവനയുടെ വ്യത്യാസമാണ്. ഉയർന്ന ഭാവന കാണാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഉയർന്ന വിജയമുണ്ടാവും. ചെറിയ ഭാവനയുള്ളവർക്ക് ചെറിയ വിജയം. അത്രയും. ഇമാജിനേഷനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട്. അതിന്റെ വളരെ വിശദമായിട്ടുള്ള ചാപ്റ്ററാണിത്. പരമാവധി ഇന്ന് കുറച്ചെങ്കിലും എടുക്കാം, ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ, പരീക്ഷയൊന്നുമില്ലല്ലോ. ഇത്രയും കാലം പരീക്ഷയൊക്കെ പഠിച്ചു, ഇനി ജീവിത പരീക്ഷയൊക്കെ പഠിക്കാം. അപ്പോ ഒന്നുകൂടെ ഞാൻ അതിലേക്ക് വരാം. Man's only limitation within reason lies in his development and use of his imagination. അദ്ദേഹത്തിന്റെ ഭാവനയുടെ ഉപയോഗമാണ്. എന്നിട്ട് അത് 2 തരത്തിലുള്ള ഇമാജിനേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സിന്തറ്റിക് ഇമാജിനേഷനും മറ്റൊന്ന് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. ഞാൻ ഒന്നും കൂടെ വളരെ വളരെ വിശദീകരിച്ച് പറഞ്ഞുതരാം, കാരണം നമുക്ക് അത്ര പിടുത്തം കിട്ടില്ല സാർ. സിന്തറ്റിക് ഇമാജിനേഷനും ക്രിയേറ്റീവ് ഇമാജിനേഷൻ. സിന്തറ്റിക് ഇമാജിനേഷൻ പറഞ്ഞാൽ എന്താ അറിയോ? നമ്മളുടെ അറിവ്, ഇപ്പൊ കിട്ടിയിരിക്കുന്ന അറിവ് പുതിയൊന്നുമല്ല, ആ അറിവിനെ വെച്ചുകൊണ്ട് ചില
കാര്യങ്ങളൊക്കെ ഫോം ചെയ്തിട്ടുണ്ടാകുന്ന ഭാവന എന്ന് പറഞ്ഞാൽ തന്റെ സാഹചര്യവും തന്റെ അറിവും വെച്ച് താൻ ഇങ്ങനെ ആവൂ എന്ന് പറയുന്ന ഒരു ഭാവനയില്ലേ, അതാണ് സിന്തറ്റിക് ഇമാജിനേഷൻ. അവര് രക്ഷപ്പെടില്ല. ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറയുന്നതാണ് നമുക്ക് ആവശ്യം. അതെന്താ? ഇത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫാക്കൽറ്റിയാണ് ഓഫ് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. അതായത് നമുക്ക് പുതിയ ഐഡിയകൾ, നിലവിലുള്ളതല്ല, നിലവിലുള്ള ഒന്നുമില്ല, അതിനൊക്കെ തച്ചുടച്ചുകൊണ്ട് ക്രിയാത്മകമായ ഭാവനകൾ ഇങ്ങനെ വരുന്ന സമയത്ത് മറ്റുള്ളവരുടെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാവും. അത് വ്യക്തികൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് പിന്നീട് പറയുന്നുണ്ട്. അതായത് ക്രിയേറ്റീവ് ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതായത് ഒന്നുമില്ലാത്തെടുക്കുന്നത് ഒരു ഫോൺ അല്ലെങ്കിൽ ടെലിഫോൺ എന്ന് പറയുന്ന ഒരു സംഭവമില്ല. റേഡിയോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നിന്ന് മാർക്കോണിയും ഒക്കെ തന്നെ റേഡിയോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നില്ലേ? ദാറ്റ്സ് കോൾഡ് ക്രിയേറ്റീവ്. ഇല്ലാത്തത് പോലെ ഉള്ള അറിവ് വെച്ചിട്ട് പുതിയ കണ്ടുപിടിക്കലല്ല. ഡിസ്കവറി, ഇൻവെൻഷൻ എന്ന് പറഞ്ഞ രണ്ട് വാക്കുണ്ട് ഇംഗ്ലീഷിൽ. ഡിസ്കവറി എന്ന് പറഞ്ഞാൽ ഉള്ളൊരു സ്ഥലം പോയിട്ട് കണ്ടെത്തുക. ഇപ്പൊ കൊളംബസ് ഡിസ്കവേർഡ് അമേരിക്ക, അത് കണ്ടെത്തിണ്ട്. ഇൻവെൻഷൻ ഇല്ലാത്തത്. എക്സ്റേ ഇറ്റ്സ് എൻ ഇൻവെൻഷൻ. എക്സ്റേ അവിടെ ഉണ്ട് കേട്ടോ, എന്നാൽ പോലും പുതിയ കണ്ടുപിടുത്തില്ല. റേഡിയോ ഇസ് ആൻ ഇൻവെൻഷൻ, ടെലിവിഷൻ ഇസ് ആൻ ഇൻവെൻഷൻ, മൊബൈൽ ഫോൺ ഇസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ആൻ ഇൻവെൻഷൻ. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ഓൺ ചെയ്യട്ടെ. നമ്മൾ ഈ തിങ്ക് ആൻഡ് ഗ്രോ ചെയ്യുന്ന സമയത്തൊന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ഇല്ല. ഇപ്പൊ മനുഷ്യന്റെ ഇമാജിനേഷന്റെ 10,000 മടങ്ങ് ഇമാജിൻ ചെയ്യുന്ന വന്നു കഴിഞ്ഞു. ഗൂഗിൾ എക്സിന്റെ സിഒ മെക്ഡോർത്ത് പറഞ്ഞില്ലേ, അതായത് തന്നെ ഇനി തന്നെ ഇമാജിൻ ചെയ്ത് തന്നെ ഡിസിഷൻ എടുത്തിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. വലിയ പ്രശ്നം വരാൻ പോകുന്നത് ഒരു കണക്ക് നോക്കിയാൽ. ഇപ്പോൾ മനുഷ്യന്റെ ഒക്കെ പലരുടെയും ബുദ്ധിയിലുണ്ടായിരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഇനി സ്വയം ചിന്തിച്ച് ഭാവനയിലൂടെ ഭാവിയെ തീരുമാനിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് ഉണ്ടാവുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരും. വേൾഡ്. ദുബായിൽ നടന്നൊരു സബ്മിറ്റിലാണ് അദ്ദേഹം അതിനെ കുറിച്ച് പറഞ്ഞത്. അത് കേൾക്കാൻ ദുബായ് ഭരണാധികാരിയായിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ഡെലിഗേറ്റ്സ്, അത് യൂട്യൂബിൽ അവൈലബിൾ ആണ്, അങ്ങനെ ഞാൻ കണ്ടത്. അപ്പൊ അദ്ദേഹം പറയുന്നത് അതൊക്കെ മനസ്സിലാക്കണം. ദുബായ് ഒക്കെ വളരെ അഡ്വാൻസ് ചെയ്തിരിക്കുന്നത് ഈ എങ്ങനെ നമ്മുടെ കാര്യത്തിൽ ഉപയോഗിക്കാം. നമുക്ക് ഒരു പണിയില്ല, വിൽ ഡു ദാറ്റ്. അപ്പൊ ഈ പുസ്തകത്തിന് പ്രസക്തി കുറഞ്ഞു. മനുഷ്യന്റെ ഇമാജിനേഷന്റെ അപ്പുറത്തെ. പക്ഷെ ചോദ്യമുണ്ട്, ഒരു മനുഷ്യനാവാൻ പറ്റില്ല. അവിടെ നിൽക്കട്ടെ, നമ്മളിലെ ഒരു ഇന്റലിജൻസിനെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരാളുടെ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ആയിരുന്നു. അപ്പൊ ഈ ക്രിയേറ്റീവ് ഇമാജിനേഷനിലേക്ക് നമ്മൾ പോകണമെന്നാണ് പറഞ്ഞതിനർത്ഥം. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് 2 ദിവസം കൊണ്ട് എടുക്കേണ്ടതാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇന്ന് എടുക്കുന്നുള്ളൂ. കാരണം ഇമാജിനേഷൻ എളുപ്പമില്ല പോകാൻ. അതായത് നമുക്ക് നമ്മുടെ ക്രിയേറ്റീവ് ഇമാജിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് എന്തും നേടാൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ നമുക്കൊരു ഭയം ഉണ്ടാവും, ഒരു ഫിയർ ഫാക്ടർ നമ്മളെ അത് തടയും. എനിക്ക് ഇതെല്ലാം പറ്റുമോ? മനുഷ്യന് മാത്രമല്ലല്ലോ ഈ പ്രപഞ്ചത്തിലുള്ളത്, മറ്റു ജീവികൾക്കുണ്ട്. പക്ഷെ മനുഷ്യന്റെ അത്ര ഇല്ല എന്ന് മാത്രമേ. ഇനി ഇതേ പറഞ്ഞത് ഹൗ ടു മേക്ക് പ്രാക്ടിക്കൽ യൂസ് ഓഫ് ഇമാജിനേഷൻ. ഇമാജിനേഷൻ എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാലോ, അത് ഒരു നമുക്ക് വളരെ വലിയ ചിന്തകൾ നമുക്ക് ഉണ്ടാവും, ഇല്ലാത്തതിനെ ഉണ്ടായത് ചിന്തിക്കാൻ പറ്റും. ഇപ്പൊ മനുഷ്യൻ എക്സ്ട്രാ ടെറസ്ട്രിയൽ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഇമാജിനേഷൻ. ഏറ്റവും കൂടുതൽ ഭാവന നടക്കുന്ന ഒരു കാര്യം, നമ്മുടെ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ അല്ലെങ്കിൽ ഭൂമിക്ക് അപ്പുറത്തുള്ള എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ഫ്ലൈയിങ് ഒബ്ജക്ട്സ്, UFO, അല്ലെങ്കിൽ എക്സ്ട്രാ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ചിന്തകൾ, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, ESP, ഇതൊക്കെ ഒരുപാട് മേഖലയിൽ റിസർച്ച് നടക്കുന്ന മേഖലയാണ്. അതിൽ നമുക്ക്
മനുഷ്യന്റെ അപ്പുറത്ത് വേറെ മനുഷ്യരുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യരെക്കാൾ വലിയ ടെക്നോളജി ഏലിയൻസ് ഒക്കെയാണ് കുട്ടികൾ ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളെക്കാൾ ഇമാജിനേഷൻ കുട്ടികളുണ്ട്. ഇപ്പൊ എനിക്കൊന്ന് പ്രസക്തമായ ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കുന്നതാണ്, ഇത് വിദ്യാഭ്യാസ വകുപ്പായിട്ട് കമ്പയർ ചെയ്തത്. നമ്മുടെ കുട്ടികളുടെ ഭാവനക്കനുസരിച്ചിട്ട് നമുക്ക് വളരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അവർക്ക് വലിയ കാഴ്ചപ്പാടുകളൊക്കെയാണ്, കാരണം അവർ ഇന്റർനെറ്റിന്റെ ലോകത്ത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അവർ മറ്റൊരു തരത്തിലേക്ക്, അത് അതിന്റെ ഡിസ്ട്രപ്റ്റീവ് കുറച്ചുണ്ടാവും, എങ്കിൽ പോലും അവർ ക്രിയേറ്റീവായിട്ട് കുറെ കാര്യങ്ങൾ വരുന്നത്. ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് കിട്ടുന്ന ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള YIP എന്ന് പറയുന്ന ഒരു പദ്ധതി തന്നെ ഗവൺമെന്റ് തുടങ്ങി. യങ് പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ്. അതായത് ഇപ്പൊ ഒരു കുട്ടിക്ക് ഒരു ആശയമുണ്ട്, അത് ബിസിനസ് ആവാം, അല്ലെങ്കിൽ ഇൻവെൻഷൻ ആവാം. ആ ആശയം നമ്മൾ ഗവൺമെന്റിൽ സബ്മിറ്റ് ചെയ്താൽ അതിന് എത്ര പണം വേണമെങ്കിലും ഗവൺമെന്റ് കൊടുക്കും. YIP എന്നാ പ്രോഗ്രാമിന്റെ പേര്. എല്ലാ സ്കൂളിലും ടീച്ചർ അതിന് ചാർജ് ഉണ്ടാവും. ലോകം മുഴുവൻ, ഇന്ത്യ മാത്രമൊന്നല്ല, ലോകം മുഴുവൻ കുട്ടികളുടെ ഇമാജിനേഷനിൽ എങ്ങനെ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി സ്പേസ് സയൻസിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളും. അപ്പോ ഇമാജിനേഷൻ ചെറിയ സംഭവമല്ല. എങ്ങനെയാണ് പ്രാക്ടിക്കൽ യൂസ് ഓഫ് ഇമാജിനേഷൻ? അപ്പൊ അതിലൊന്ന്, പല ഉദാഹരണങ്ങൾ, ഓൾ കെറ്റിലിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞാൽ അതിലേക്കൊന്നും പോകുന്നില്ല. ആ പ്രാക്ടിക്കൽ ഒന്നാമത്തെ കാര്യം, ഇത് നമുക്ക് വേണ്ടത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് പറഞ്ഞ പോലെ തന്നെ ഈ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സക്സസിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ്. ആ സ്റ്റെപ്പിൽ ഒന്നാണ് ഇമാജിനേഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഓട്ടോ സജഷൻ പോലത്തെ ഒരു സ്റ്റെപ്പാണിത്. അത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണല്ലോ ചോദ്യം. അതിന് നമ്മൾ വേണ്ടത് ഇത്രയും സിമ്പിളാണ്. ആ നമ്മൾക്ക് ഇമാജിനേഷനിൽ ഇപ്പൊ ഉദാഹരണത്തിന്, അത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് ആവശ്യമുണ്ട്. ഇതിലൊരു അങ്ങനത്തെ ഉദാഹരണം പറയാം. ഒരു മേ ബി ഒരു 10 lakh or 20 lakhs, whatever it is എമൗണ്ട് നിങ്ങൾ കയ്യിലില്ല. അത് നിങ്ങൾക്ക് ഇമാജിനേഷനിൽ കൊണ്ടുവരുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇതൊരു ഉദാഹരണം. ഹി ഗോട്ട് ദ മണി വിത്തിൻ 36 hours after he reached a definite decision in his own mind to get it. അതായത് മനസ്സിനെ റിലാക്സ് ചെയ്തിരുന്നു കൊണ്ട് ആ നമുക്ക് ലഭിക്കാൻ ഇമാജിനേഷൻ നമ്മൾ ചെയ്യുന്ന കാര്യം, അത് കാറാവാം, ഭൗതികതത്തിന്റെ വരാൻ നമുക്ക് എളുപ്പം മനസ്സിലാവും. കാറാവാം, അല്ലെങ്കിൽ പണമാകാം, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധമാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം, സക്സസ്, നിങ്ങളെ റെക്കഗ്നീഷൻ ആവാം, അച്ചീവ്മെന്റ് ആവാം. ഇതൊക്കെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ട്, വിഷ്വലൈസേഷൻ നേരത്തെ പറഞ്ഞു, അങ്ങനെ ചെയ്തിട്ട് തന്റെ മനസ്സ് നേടിയെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് അതിന് ഡിസൈഡഡ് അപ്പോൺ എ ഡെഫിനറ്റ് പ്ലാൻ ഫോർ ഗെറ്റിംഗ് ഇറ്റ്. അപ്പൊ എന്തൊക്കെ വേണം? ആ എന്താണോ ഇമാജിനേഷൻ ചെയ്യേണ്ടത് എന്നെ മെറ്റീരിയലൈസ് ചെയ്യണം ആദ്യം. ആ മെറ്റീരിയലൈസ് ചെയ്തതിനെ ആദ്യം മാനസികമായി മെറ്റീരിയലൈസ് ചെയ്യുമ്പോൾ റിയൽ ഫാക്ടറിൽ അത് മെറ്റീരിയലൈസ് ചെയ്യും. ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു സിമ്പിൾ കാര്യമാണ്. ഇവിടെ പറഞ്ഞ സെന്റൻസ് ഉണ്ടോ? ഒന്നുകൂടെ ആവർത്തിക്കാം. ഐഡിയ, ഇത് ഫ്രാങ്ക് ഗുൺസാലസ് എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞാണ്. രണ്ടുപേര്, ആസാക് ആൻഡ്ലർ, അതാണ് ഈ രണ്ടുപേര്. ഞാൻ പറഞ്ഞ നെപ്പോളിയനിൽ പറഞ്ഞതാണ്. ഐഡിയാസ് ക്യാൻ ബി ട്രാൻസ്മ്യൂട്ടഡ് ഇൻടു ക്യാഷ് ത്രൂ ദ പവർ ഓഫ് ഡെഫിനിറ്റ് പർപ്പസ് പ്ലസ് ഡെഫിനിറ്റ് പ്ലാൻസ്. ഇമാജിനേഷനിലെ ആശയത്തെ അത് നമുക്ക് ട്രാൻസ്മ്യൂട്ട് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. എങ്ങനെ? ക്യാഷ് ആയിട്ട് മാറ്റാൻ പറ്റും. അതിന് കൃത്യമായി പറയാം, ഡെഫിനിറ്റ് പർപ്പസ് വേണം, ഡെഫിനിറ്റ് പ്ലാൻസ് വേണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ 3 വാക്കുകൾ എഴുതി വെച്ചോ. ഒന്ന്, ഇമാജിനേഷന്റെ കാതലായ കാര്യം എന്ന് പറയുന്നത് ഒന്ന് ബിലീഫ്, 2 പ്ലാൻ ആൻഡ് പർപ്പസ്. I want 10 lakh rupees. അങ്ങനെ ഇമാജിൻ ചെയ്തു. നിങ്ങൾ അത് പ്രപഞ്ചത്തിലും എങ്ങനെ ചോദിക്കും? പർപ്പസ് എന്താ രമേശ? ഈ 10 ലക്ഷത്തിന്റെ അതിനെ കൃത്യമായി പറയാൻ പറ്റും. കൃത്യമായി പറയാൻ പറ്റും. എന്നിട്ട് അതിന് പറ്റൊരു പ്ലാനും വേണം. പർപ്പസ്, 2 P ഓർമ്മിച്ചാൽ മതി. പർപ്പസ് പ്ലസ് പ്ലാൻ. അത് ആത്മീയ രംഗത്താണെങ്കിൽ ആത്മീയമായിട്ട് കാര്യമാവട്ടെ,
ഇത് ഞാൻ ഒട്ടനവധി ആൾക്കാരിൽ അപ്ലൈ ചെയ്തതും എന്റെ ജീവിതത്തിലും എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. പക്ഷെ പലരും കൺഫ്യൂഷനിലാണ് ഇത് വർക്ക് ചെയ്യില്ല, കിട്ടുമോ നെവർ. അത് നേരത്തെ പറഞ്ഞു, ഫെയ്ത്ത് ഇല്ലെങ്കിൽ നടക്കില്ലേ പരിപാടി. ആദ്യത്തെ 4 സ്റ്റെപ്പ് കഴിയാണ്ട് ഫെയ്ത്ത്, ഡിസയർ, ഫെയ്ത്ത്, ഓട്ടോസേഷൻ കഴിഞ്ഞിട്ടാണ് ഇല്ല ഇമാജിനേഷനിൽ വരുന്നത്, സ്പെഷ്യലൈസേഷനോടും കഴിഞ്ഞിട്ട്. അല്ലാതെ നിങ്ങൾ ഡയറക്റ്റ് തന്നെ കൺഫ്യൂഷനിൽ പോയി ഒന്നും നടക്കാൻ പോകും. ഈ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇന്ന് ആദ്യമായിട്ട് കയറുന്നാൾ ചെയ്യാൻ. ഡോണ്ട് കം ടു ദ നെക്സ്റ്റ് ക്ലാസ്. സിനിമ കാണാൻ പോകുന്നത് ബെസ്റ്റ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുന്നത്, ഇപ്പൊ അടുത്ത കാലത്ത് ഹിറ്റ് ചെയ്തൊരു സിനിമയാണ് എക്കോ. അതിന് മുമ്പത്തെ സിനിമ കിഷ്കിന്ദ കണ്ടു. അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എൻ്റെ ഒരു സ്റ്റുഡന്റ് ആണ്, മാത്തൂർ സ്കൂളിൽ പഠിച്ച രാഹുൽ രമേശ്, അരുവഞ്ചാൽ എന്ന് പറയുന്ന ഒരു നാട്ടിലെ സാധാരണ നാട്ടിലും പറഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. ഇവര് എഴുത്തുകാരനോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നോ എനിക്കറിയില്ലായിരുന്നു ആദ്യം. ഇപ്പൊ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ടോ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല, നമുക്ക് ഓർമ്മയൊന്നുണ്ടാവും. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ഹോസ്പിറ്റലൈസ് അമ്മയും കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അവിടെയുണ്ട്, ഇവന്റെ അമ്മയോ ആരും കൊണ്ട് ഹോസ്പിറ്റലാണ്, അനാമയെന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ. ഇപ്പൊ അത് ബേബിയെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, സാർ എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ ഇല്ല, എന്റെ പേര് രാഹുൽ രമേശ് എന്നാണ്. ഞാൻ എന്താ രാഹുലെ ചെയ്യുന്നത്? ഞാൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. 3-4 സ്ക്രിപ്റ്റ് എഴുതി എല്ലാം ഫെയിലറായി. പ്രൊഡ്യൂസർ ഒന്ന് ഇഷ്ടമാണ് പോയി, വളരെ ബോൾഡാണ്. അപ്പൊ അവനൊരു കഥ പറഞ്ഞു, സാർ ഈ കഥ ഒന്ന് കേൾക്കാം. ഞാൻ കേട്ടു. എന്തിനു പറഞ്ഞു, ഈ കഥയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കണം സാർ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ കഥയുടെ ക്ലൈമാക്സ് ഇങ്ങനെ ആവുന്നതാണ് നല്ലത്. അമ്മ ഒന്നും പറയാതെ പോയി. പിന്നീട് ആ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് കിഷ്കിന്ദ കണ്ടവാണ് സ്ക്രിപ്റ്റ്. ഏറ്റവും ഹിറ്റായ സിനിമയാണ്. ഇവൻ ആയിരക്കണക്കിന് ആൾക്കാരോട് ഈ 3 വർഷം കൊണ്ട് ഇതിന്റെ ക്ലൈമാക്സ് ചോദിച്ചു. അവർ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ക്ലൈമാക്സിൽ സിനിമ ഇറക്കി, സൂപ്പർ ഹിറ്റ്. അവിടെ രണ്ടാമത്തെ സിനിമ വന്നു എക്കോ, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പിന്നീട് അന്വേഷിച്ച് രാഹുലിനെ കാണാൻ പറ്റില്ല. ഹിസ് വിഷ് ഇമാജിനേഷൻ. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ, പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റർ അദ്ദേഹമാണ്. ഞാൻ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഉദാഹരണങ്ങളുണ്ട്. ഈ അമേരിക്കൻ ഉദാഹരണത്തെക്കാൾ നാടൻ ഉദാഹരണങ്ങൾ ഇഷ്ടം. നിങ്ങളുടെ നാട്ടിലെടുത്ത് പോയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടോ? ഇമാജിനേഷൻ മാത്രമാണ്, വേറൊന്നുമില്ല. ഒരു പ്രൊഡ്യൂസർ ഇല്ല, ഒരു ഗ്രാമപ്രദേശത്തിൽ ഒരാൾക്ക് ഇവിടെ പ്രൊഡ്യൂസർ ഉണ്ട്. ഇനി മറ്റൊരാൾ ഇമാജിനേഷൻ ഞാൻ പറയും. ആ നടനെ എനിക്ക് അറിയുന്നുണ്ട് എളുപ്പം. ഈ മനുഷ്യന്റെ ഒരു ബിടെക് കഴിഞ്ഞ് സിനിമ നടനാവണമെന്നാണ് ഈ കക്ഷിന്റെ ആഗ്രഹം. ഇമാജിനേഷനിൽ മുഴുവൻ സിനിമയിൽ അഭിനയിക്കുന്നതിന്. പക്ഷെ ബിടെക് കഴിഞ്ഞത് ജോലിയൊക്കെ നേടി ഒരു പെണ്ണ് കല്യാണം ചെയ്തു. ഇവൻ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് തിരിച്ചു വീട്ടിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഞാൻ സിനിമ നടനാവും. അപ്പൊ എല്ലാവരും ഈ അച്ഛന് ദേഷ്യപ്പെടുന്നത്, കാരണം ഇവനെ കല്യാണം കഴിച്ച് ഇവന് പണിയൊന്നുമില്ല, ഇവൻ നാട്ടിൽ വന്ന് കുത്തിരിക്കുകയാണ്, ഒരു പണി. ഇവനിങ്ങനെ ഇമാജിനേഷൻ ചെയ്തോണ്ടിരിക്കും, അപ്പൊ നടനാവുന്നു. അപ്പൊ ഇവര് 4 പേരുണ്ട്. ഇവര് 4 പേര് വായനശാലയിൽ ഇരിക്കും. അവരെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന അവരെ സിനിമയിൽ അഭിനയിക്കുന്നത് എല്ലാം കണ്ടോണ്ടിരുന്നു. ആ സമയത്താണ് വിനീത് ശ്രീനിവാസൻ ഒരു സ്ക്രിപ്റ്റുമായിട്ട് ഒരു ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ തേടി നടക്കുന്നത്. അങ്ങനെ ഇവരില് 4 എണ്ണത്തിനെ കിട്ടി. ആ നായകന്റെ പേര് നിവിൻ പോളി എന്നാ. നിങ്ങൾക്ക് അയാൾ അറിയാതിരിക്കില്ല, അതുകൊണ്ടാണ് പേര് ഞാൻ പറഞ്ഞത്. മലർവാടി ആർട്സ് ക്ലബ് എന്നാണ് സിനിമയുടെ പേര്. ഇവര് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയുടെ പേര്. അതിൽ മിക്കവാറും കൂടെ ഇവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോഴാ പിന്നീട് ഇന്റർവ്യൂലാണ് നിവിൻ പോളി പറയുന്നത്, ഞാൻ ഇമാജിനേഷനിൽ എപ്പോഴും ഒരു നടനായിരുന്നു, ഇപ്പോഴും അദ്ദേഹം ഒരു മോസ്റ്റ് പോപ്പുലർ നടനാണ്. നിങ്ങൾ ഇതേ പറഞ്ഞ ഇത് സിനിമയുടെ മേഖലയായാലും രാഷ്ട്രീയത്തിന്റെ മേഖലയായാലും എഴുത്തിന്റെ മേഖലയായാലും ബിസിനസിന്റെ മേഖലയായാലും ഇതൊറ്റ തിയറിയാണ്, പർപ്പസ് പ്ലസ് പ്ലാൻ. പർപ്പസ് പ്ലസ് പ്ലാൻ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് സ്പെഷ്യലൈസ്ഡ് നോളജ്. അപ്പൊ അതിന് മുമ്പ് ഡിസയർ, ഫെയ്ത്ത്, ഓട്ടോ സജഷൻ കഴിഞ്ഞ് പർപ്പസ്, സ്പെഷ്യലൈസ്ഡ് നോളജ് കഴിഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ മനോഹരമായ ഈ ഇമാജിനേഷന്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച കുറേയേറെ ഇൻഫർമേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു ബോർഡാവും. സോ ആ പുസ്തകം വായിക്കുക, ക്ലാസ്സിൽ വരിക, ഇമാജിനേഷനൊക്കെ നന്നായി വളർത്തുക, നിങ്ങളുടെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കൂ. പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ലോകം മാറി സ്നേഹത്തിന്റെയും സമഭാവനയുടെയും നേട്ടത്തിന്റെയും പുതിയ ഒരു പുലർകാലം നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് വിശ്വസിക്കാനെങ്കിലും സാധിക്കട്ടെ. എന്നിട്ട് ഇനി അധിക കാലമൊന്നും ഇല്ലെങ്കിലും ഇത്തിരി നേരം ഇരിപ്പത് നറുചിരിയാൽ തന്നെ നിറയ്ക്കാം. ഓവർ ടു മിനീഷ്. താങ്ക് യു സാർ. ഏതായാലും ഇന്ന് ഈ ഇമാജിനേഷൻ എന്നുള്ള ടോപ്പിക്കില്
ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന രണ്ട് വാക്കുകളും പലർക്കും, ഞാൻ അടങ്ങുന്ന പലർക്കും പുതിയതായിരിക്കും. ഒന്ന് സിന്തറ്റിക് ഇമാജിനേഷൻ, രണ്ടാമത് ക്രിയേറ്റീവ് ഇമാജിനേഷൻ. നമ്മൾ ഒരുപാട് മാറാനുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു സെഷനായിരുന്നു അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാ വ്യാഴാഴ്ചയും 9:15. So convey the message of success to all, because all want to be success. Okay. Thank you all. Okay, thank you so much, sir. Good night all. Good night. Thank you again. വീണ്ടും കാണാം അടുത്ത വ്യാഴാഴ്ച കൃത്യം 9:15. Good night to Manish San. Good night all. Good night.